ഹലോ. അപ്പം ഞാൻ എൻ്റെ ഗോപ്രോ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്ന വെറുതെ എന്താ പറയുക വെറുതെ ഇത് പറയുന്നതാണ് വെറുതെ ആൾക്കാരെ ഇതാക്കാൻ വേണ്ടി പറയുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഗോപ്രോയ്ക്ക് ഇതാൾ വന്നിട്ടുണ്ട് കേട്ടോ. ആ വന്ന ആളടുത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇനി എന്താ പറയുക ഗോപ്രോ വാങ്ങിയിട്ട് തിരിച്ച് വരുമ്പം എനിക്ക് വീഡിയോ എടുക്കണ്ടേ, കൊടുക്കുന്ന ആളുടെ വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ ജസ്റ്റ് ഇത് കയ്യിൽ കരുതാട്ടോ. എൻ്റെ ഗോപ്രോ വാങ്ങാൻ വരുന്ന ആൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ കീപ് വാച്ചിങ്. എൻ്റെ ഗോപ്രോ വാങ്ങാൻ വന്ന ആളെ കാണിച്ചിരാം. എൻ്റെ പ്രിയപ്പെട്ട ഗോപ്രോ അപ്പോൾ ഞാൻ കൈമാറ്റം ചെയ്യാൻ പോട്ടോ. അവൻ എന്തെങ്കിലും ലൈമൊക്കെ വാങ്ങി കൊടുക്കണ്ടേ, കാരണം വാങ്ങാൻ വന്ന ആൾ നിങ്ങൾക്ക് നല്ലോണം അറിയുന്ന ആളാട്ടോ. നല്ലോണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ അയൽവാസികൾക്കൊക്കെ അറിയുന്ന ആൾക്കാണ് കേട്ടോ. അപ്പം ഗോപ്രോയിലെ അവസാനത്തെ വീഡിയോ. അപ്പം എല്ലായ്പ്പോഴും ഞാൻ അവസാനത്തെ വീഡിയോ എന്നൊക്കെ പറയുമ്പോഴും എല്ലാവരും എന്നെ ഇങ്ങനെ എന്താ പറയുക വെറുതെ പറയുന്ന പോലെയൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ കയ്യിൽ ഫസ്റ്റ് എന്താ പറയുക ആഗ്രഹിക്കുന്നതിന് മുമ്പേ കിട്ടിയൊരു സംഭവമാണ് കേട്ടോ ഗോപ്രോ. ഇവിടുന്ന് പോകുന്നു. അയ്യോ സങ്കടം വരുന്നുണ്ട് കേട്ടോ ശരിക്കും. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്കത് നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇതെന്താ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലല്ലോ ഈശ്വര. അയ്യോ സർവീസ് ലിഫ്റ്റ് പോകേണ്ടി വരും. സർവീസ് ലിഫ്റ്റ് പോകാൻ കുറച്ച് പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പം അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. താഴെ എത്തിയിട്ട് എടുക്കാമല്ലേ, നിങ്ങൾക്ക് ബോറടിക്കും എൻ്റെ വർത്താനമൊക്കെ കേട്ടിട്ട്. ഗോപ്രോ എന്തിനു കൊടുത്തു, ഏതിന് കൊടുത്തു, കൊടുക്കാനുള്ള സാഹചര്യം എല്ലാം ഞാൻ പറയാം കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞ ശേഷം പറയാം. അപ്പോൾ ഓക്കെ, ആരാണ് ആ വ്യക്തി നോക്കാം അല്ലേ. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ആരാണ് ആ വ്യക്തി നോക്കാം. ഇവിടെ പോയി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാരാന്ന് മനസ്സിലായോ? പറഞ്ഞു കൊടുക്കണം ആരാന്ന്. ഇതിന് മുമ്പത്തെ വീഡിയോയിലില്ലേ ഇതിന്റെ മുഖം കാണുന്നില്ല, അങ്ങോട്ട് വന്നേ. വെയിൽ ഞാൻ പിന്നുക്കുമായി ഇന്നലെ കാണിക്കും. ഓക്കെ മനസ്സിലായോ ആരാന്ന്? പറഞ്ഞു കൊടുക്കാം. എന്റെ വീഡിയോക്കകത്തൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ എടുത്തു തരാനോ. ഇപ്പൊ എന്തിനാ ഗോപ്രോ വാങ്ങുന്നൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് പറയാം. ഇവിടെ ഇരിക്കാം. എന്നിട്ട് ക്ഷീണം പിടിച്ചോ? ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലേ? ഇവിടെ തുറക്കാൻ പറ്റില്ല. അപ്പൊ എസ് ഡി കാർഡ് എറർ കാണിച്ചത്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഗസ്റ്റ് ലോഞ്ച്. പക്ഷേ എങ്കിൽ കൊറോണ ആയിട്ട് അവിടെയൊക്കെ പൂട്ടിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പം നമുക്ക് എന്നോട് ചോദിച്ചോക്കാം എന്തിനാണ് ഇവൻ. ചേച്ചി ഇവിടുത്തെ ഇത് ലൈറ്റ് അവിടെയാ? ഓക്കെ താങ്ക്സ്. അപ്പം എന്തിനാടാ ചക്കാ നീ ഗോപ്രോ വാങ്ങുന്നത് എൻ്റെ കയ്യിൽ നിന്ന്? അന്നേ നിനക്കധികം പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ? അന്നേ ചാനൽ ഉണ്ടായിരുന്നു, നീ എനിക്ക് കാണിച്ചു തന്നു. രണ്ട് ചാനൽ ഉണ്ടായിരുന്നു. ഒരെണ്ണം സിനിമേന്റെ, ഒരെണ്ണം സിനിമ റിലേറ്റഡ്. അപ്പൊ എന്ത് റിലേറ്റഡ്? നിന്റെ വീഡിയോന്റെ മെയിൻ കണ്ടന്റുകൾ എന്താണ്? വ്ലോഗ് തന്നെയാണ്, ട്രാവൽ വ്ലോഗ്. ഫുഡ് ഉണ്ടാവോ? കാരണം എന്റെ ഗോപ്രോയ്ക്ക് ഫുഡ് ഇല്ലാതെ പറ്റില്ല. ഇടക്കിടക്ക് എന്റെ ഗോപ്രോനെ നീ ഫുഡ് കാണിച്ചെങ്കിലും കൊടുക്കണം കേട്ടോ, അല്ലാതെ കരയും. പിന്നെ എന്നെ ചോദിച്ച് കരഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഓക്കെ ഇത് ഫുള്ള് സൂമിലാന്ന് തോന്നുന്നല്ലോ. വൈഡ് എനിക്ക് ക്യാമറയെ പറ്റി ഒന്നും അറിയില്ല. സത്യമാണ്. ഞാനൊക്കെ ക്യാമറ കിട്ടിയത് എനിക്ക് ആകെ 2 ക്യാമറ അറിയുള്ളൂ. ഒന്ന് SLR, ഇത് വൈഡാണോ? ഇതാകുമ്പോൾ ഫോക്കസ് ചെയ്ത് കാണുകയാണോ ചെയ്യാം? ഓക്കെ. അപ്പം ഇനി സോണി ZV-1ൻ്റെ പ്രവർത്തനങ്ങളൊന്നും ആക്ച്വലി എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ഗോപ്രോ കൈമാറുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. ഇപ്പം ശരി. ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഗോപ്രോ അതിന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മിക്സിൻ്റെ സൗണ്ട് കഴിയട്ടെ കേട്ടോ. ഈ ഡീലിങ്ങിനെ പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇതിൻ്റെ ജസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ടൈറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഈ ട്രൈപോഡ് ഞാൻ 5000 സംതിങ്ങിന് വാങ്ങിയതാണ്. നീ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. പക്ഷേ ഇത് ടൈറ്റ് ആക്കുന്ന സമയത്ത് കുറച്ച് ഇത് പോയിട്ടുണ്ട്. പിന്നെ ഈ ക്യാഷിൻ്റെ കാര്യം നിന്നോട് പറയേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണ് ഇതെന്താണെന്ന് പറയാം. എന്തുകൊണ്ടാണ് ഞാൻ അവന് കൊടുക്കുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി നിന്റെ ആഗ്രഹം കൊണ്ട് അല്ലേ? ആഗ്രഹം കൊണ്ട് എനിക്കൊരു ഗോപ്രോ മേടിക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ക്യാഷ് ഇല്ല, അത് തന്നെയാണ് മെയിൻ പ്രോബ്ലം. അപ്പം പിന്നെ ചേച്ചി പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്, നീ ഇപ്പോൾ നിനക്ക് അങ്ങനെ ആഗ്രഹമാണെങ്കിൽ നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സോണി ZV-1 ഉള്ളതുകൊണ്ട് പിന്നെ ഞാനിത് യൂസ് ചെയ്തതാണ്. എൻ്റെ ക്യാമറാമാനായിട്ട് സിൻഡമോളുടെ കല്യാണത്തിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് എടുത്തു തന്നെ എനിക്ക് ജസ്റ്റിന് കേട്ടോ. എൻ്റെ പുറകെ നടന്ന ക്ഷമയോടെ. അപ്പം അന്ന് തൊട്ട് ഇവന് യൂട്യൂബിൽ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാട്ടോ.
ലൈം ജ്യൂസ്. അപ്പോൾ ഇവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ ക്യാമറ ഇവിടെ ആയിപ്പോയി. ക്യാമറ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അർജൻറ്റായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അർജൻറ്റായിട്ട് ഞാൻ കാലിക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നത്. അപ്പോൾ ഇവൻ ക്യാമറയ്ക്ക് വേണ്ടി വന്നപ്പം ഇവൻ എവിടെ എത്തിയെന്നറിയോ? അപ്പോൾ കാലിക്കറ്റ് എത്തി. ആക്ച്വലി എൻ്റെ വീട് കാക്കവയലാണ്, നമ്മുടെ വീടിൻ്റെ അടുത്താണ് വയനാട്. പക്ഷേ ഇവൻ ഈ ക്യാമറയ്ക്ക് വേണ്ടി എത്തിയതാണ് ഈ ചുണക്കുട്ടൻ. അപ്പോൾ ഇവന് ഭയങ്കര എന്താ പറയുക, ഈ ക്യാമറ വെച്ചിട്ട് നിനക്ക് നിൻ്റെ ലൈഫ് കംപ്ലീറ്റ് സക്സസ് ആവട്ടെ കേട്ടോ. ഈ GoPro Hero 8 ആണത്. ഇത് വെച്ച് നിൻ്റെ ലൈഫ് ലോങ്, അതായത് ഇതുകൊണ്ട് നല്ല കാഴ്ചകൾ കാണട്ടെ ക്യാമറ കൊണ്ട്. പിന്നെ കാണുന്ന കാഴ്ചകളെല്ലാം മറ്റുള്ളവർക്ക് സന്തോഷം മാത്രമേ കൊടുക്കുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചില സത്യങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷമായിരിക്കില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നിൻ്റെ ലൈഫ് നല്ലൊരു യൂട്യൂബറായിട്ട് വരട്ടെ. യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരണം. അതുകൂടാതെ നീ ഒരു വ്ളോഗ് ചെയ്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരണം. എനിക്കിപ്പോൾ 1.17 സബ്സ്ക്രൈബേഴ്സ് ആവാനായി. ആ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനൽ പേര് വന്ന് അത് ഇതായി കഴിയുമ്പോൾ, ഒഫീഷ്യൽ ഇതായി കഴിയുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. തീർച്ചയായിട്ടും ചെയ്യണം. കാരണം എന്താ പറയുക, ഇവൻ്റെ ഇതിനോട് ക്രൈസ് കൊണ്ട് ചെയ്യുന്നതാണ്. എന്നെ മാതിരി വെറുതെ ഇത് തോന്നി ഒരു മൂഡ് തോന്നി ചെയ്തില്ല. ഇതിനോട് പൂർണ്ണമായി ഇതിനെല്ലാം ക്യാമറയെ പറ്റി നല്ലോണം അറിയുകയും ചെയ്യാം. ഞാൻ ആദ്യം ഉണ്ടല്ലോ സത്യവൻ എന്നോട് GoPro തൊടാൻ ചോദിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞ് അയ്യോ ഇത് ഞാൻ കൈവിട്ട് കളിക്കുന്ന ഒരു സാധനമല്ല, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും കൂടുതൽ ഇവൻ്റെ സെറ്റിങ്സൊക്കെ അറിയാം. കാരണം ഇവൻ്റെ ചേട്ടൻ ക്യാമറ ഇതാണല്ലേ, നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഫുള്ള് വെഡ്ഡിങ് ഇതൊക്കെ ചെയ്യുന്നതാണ്, കൊറിയോഗ്രാഫി എല്ലാം ചെയ്യുന്നതാണ്. അപ്പം ഇവൻ ഇതിനകത്ത് ചെയ്യുന്ന അഭ്യാസം കണ്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. പിന്നെ 2-3 ദിവസത്തേക്ക് ഞാൻ ഇവനെ അങ്ങ് ദത്തെടുക്കുകയായിരുന്നു. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കണ്ടിട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ആദ്യം എൻ്റെ അടുത്ത് ക്യാമറ ചോദിച്ചിട്ട് ഞാൻ കൈ കൊടുത്തില്ലല്ലോ എന്നുള്ള സങ്കടം കൂടി ഇതിന് കാരണമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവൻ പോയ പാടി ഇത് വെച്ചൊരു വീഡിയോ ചെയ്യും. അതിന് അവൻ SD കാർഡില്ല. അപ്പോൾ ഞാൻ SD കാർഡും കൂടെ അവന് കൊടുക്കണം. അപ്പോൾ അവൻ വീഡിയോ ചെയ്യും. ഉറപ്പായിട്ടും ആ വീഡിയോ ഞാൻ എൻ്റെ ഇതിൽ അതിൻ്റെ ലിങ്ക് ഇടും. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ അല്ലേ. പോയ പാട് കേട്ടോ. നാളെയോ മറ്റന്നാളോ ആയിട്ട് പ്രതീക്ഷിക്കണം. പിന്നെ അവന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ വീഡിയോ പോലെ ആയിരിക്കില്ല എന്തായാലും, കാരണം അവന് നല്ലോണം എഡിറ്റിങ് കാര്യങ്ങൾ എല്ലാം അറിയാം അല്ലേ, അറിയില്ലേ. പിന്നെ ഇവൻ്റെ ഫ്രണ്ട് ഉണ്ട്, എന്താ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവൻ നിനക്ക് ഹെൽപ്പ് ഉണ്ടാവില്ല. എന്താ പേര്? പ്രത്യൂഷ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ എന്നെ ഒന്ന് കാണിച്ചാൽ എന്നെ ഇന്നത്തെ വീഡിയോയിൽ കണ്ടില്ലെങ്കിൽ എല്ലാവർക്കും സങ്കടമല്ലേ. ഇതാണ് അന്ന ചേച്ചി, എൻ്റെ അന്ന ചേച്ചി. പറഞ്ഞോ. അന്ന ചേച്ചിയാണ് GoPro എനിക്ക് തന്നിരിക്കുന്നത്. ഒരു കാര്യം കേൾക്കണം, ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ GoPro ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. കാരണം എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയാണ് എൻ്റെ GoPro കാണുന്നത്. നമ്മൾ മരിച്ചാലും ഇത് നിലനിൽക്കുമല്ലോ. നിലനിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് യൂട്യൂബ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഞാൻ ഇതിനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു തള്ളു പറയാം, നുണ പറയാം, അന്വേഷിച്ച് ഒരിക്കലും കൊടുക്കില്ല. അന്ന് ആശാനെ വിട്ടുന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തത് സിന്ധേൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു തള്ളു പറയല്ലേ. പിന്നെ ഞാനിങ്ങനെ ഗിവവേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും തള്ളു എന്താ ചാനലിൽ വരുമാനം ഉണ്ടാക്കണം. നമുക്ക് ചാനലിൽ നിന്ന് ഏകദേശം കിട്ടുന്നത് ഒരു ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞു പറഞ്ഞില്ല. ഞാൻ അതിനേക്കാൾ കൂടുതൽ എൻ്റെ പേഴ്സണലി ഞാൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. നിനക്ക് കുറേയൊക്കെ അറിയാം അല്ലേ. പേഴ്സണലി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരാൾക്കൊരു ഫുഡ് ഞാൻ വാങ്ങിക്കൊടുക്കാൻ നിന്നുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് എന്താണോ ഇഷ്ടം അവരുടെ കൂടെ ഇത് ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടാണ് എനിക്ക് അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ആരെയും ബോറടിക്കുന്നില്ല കേട്ടോ. നീ ഇന്ന് തന്നെ പോവോ? ഇതിൻ്റെ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ 3G മൊബൈലിൽ അവിടെ എവിടെയെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ കണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കുറേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പൊള്ള അങ്ങനെയൊക്കെ പറയും. ഓക്കെ, എനിക്ക് അങ്ങനെ കഴിച്ചത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇവൻ്റെ ചാനലും കൂടെ നമുക്ക് ഈ GoPro കൊടുക്കുമ്പോൾ ഈ GoProൻ്റെ കണ്ണിലേക്ക് വേറെ കാഴ്ചകളല്ലേ കാണാം. ആ കാഴ്ചകൾ എന്താണെന്ന് എനിക്ക് നിങ്ങളെ അറിയിക്കണം തോന്നി, അത്ര മാത്രം. അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിച്ചു ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നോട്ടെ. ഇപ്പം ഭയങ്കര നാണം കുടുങ്ങി. ആദ്യത്തെ വീഡിയോക്കകത്തൊക്കെ നാണം കുടുങ്ങി. അന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തിലെ നാണം കുടുങ്ങിയ വീഡിയോയുടെ മുമ്പിലൊന്നും വരില്ലായിരുന്നു. പക്ഷേ എൻ്റെ വേറെ 2 ടെലിഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്, ഷോർട്ട് ഫിലിം. ഓക്കെ, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവൻ്റെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എനിക്കതിനെ കമ്മ്യൂണിറ്റി ടാബൊക്കെ ഓപ്പൺ കേട്ടോ. 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പറ്റും. പിന്നെ ലൈവ് പോകാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ എനിക്ക് ഓൾറെഡി അതൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ അതിലൂടെ ഞാൻ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം. ഓക്കെ, അപ്പോൾ എൻ്റെ കോളൊക്കെ കെട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ക്യാമറ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടേക്ക് വന്നതാണ്, ഞാനിവിടെ അല്ലായിരുന്നു. ഹൈലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാര്യം കാണാൻ നമുക്ക് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ 2-3 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വേണ്ടി ചെയ്യും. ഓക്കെ, അത് പോകുമല്ലേ അല്ലേ. ലൈവ് പിടിച്ചോ, അച്ഛനോട് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. എൻ്റെ GoProനെ കൊണ്ടോണു. അപ്പോൾ ഓക്കെ, നിനക്ക് വണ്ടിക്കൂലി എല്ലാം കയ്യിലുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചി വീണ്ടും എനിക്ക് പൈസ വന്നിരിക്കുന്നു. വണ്ടി അതെന്താണെന്നറിയോ, അവന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡ് വരെ വരാനുള്ള പൈസയൊക്കെ അവൻ കൈ കരുതിയിട്ടുള്ളൂ. ഇങ്ങോട്ടേക്ക് ഓട്ടോയ്ക്ക് എത്രയും 170 പേശിപ്പോൾ 150 കിട്ടിയില്ലേ. പേശിപ്പ് 150 ആക്കിയോ. ഇവൻ്റെ വർത്താനം കൊണ്ട് അവർ വീണ് 150 കൊടുത്തു കേട്ടോ. അപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ ഓട്ടോയിൽ പോകണ്ടേ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു എക്സ്പെൻസ് വന്നേ അല്ലേ ശരിക്കും.
സാരല്ല, അതെനിക്ക് ബസ് സ്റ്റാൻഡ് വരെ എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് സ്കൂട്ടറുണ്ട് ഇവിടെ, എടുത്ത് വന്നേനെ. സാരല്ല, നമുക്ക് അവിടെ എത്തുമ്പോൾ നമ്മൾ പൊളിക്കും. ഏഞ്ചലിൻ്റെ എക്സാം കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. ഓക്കെ, അപ്പോൾ പോവുകയാണ്. ഏഞ്ചലിൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും എല്ലാം കൊടുക്കുക. അതേ ഗോപ്രോ കൊണ്ട് ഞാൻ ഓണാക്കിക്കോ, വീഡിയോ എടുത്തോ, വേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ടാറ്റ. ഓക്കേടാ, ശരി എന്നാ. അമ്മേനോടും പപ്പേനോടൊക്കെ അന്വേഷണം പറയും. അയ്യോ, ഇവൻ്റെ പപ്പ എന്നെ ബസ്സിൽ എടുത്ത് കയറ്റുമായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ. അത് പറയാൻ മറന്നുവേണം, അതെന്തായാലും പറയണം. പപ്പ എന്നെ അത് എന്നിട്ട് ജോൺസേട്ടായിനോട് പറഞ്ഞു, ഇവിടെ ഞാൻ കുറേ എടുത്ത് നടന്നതാണ്. അപ്പോൾ ജോൺസേട്ടൻ എൻ്റെ ഒരു നോട്ടം. അപ്പോൾ എനിക്ക് എത്ര വയസ്സാണ്, ഞാൻ കുഞ്ഞായിരിക്കും കേട്ടോ. എന്നെ എടുത്ത് ബസ്സിൽ എനിക്ക് കാലെത്തൂല കേട്ടോ, സ്റ്റെപ്പിൽ കയറാൻ എന്നെ എടുത്ത് മേലെ കയറ്റി വെച്ചിട്ടാണ് കൊണ്ടുപോകാം. അപ്പോൾ ഓക്കേടാ, ശരി എന്നാൽ ബൈ. സേഫായി പോയി എത്തിയിട്ട് വിളിക്കിട്ടോ. മെസ്സേജ് എങ്കിലും ഞാൻ ഫോൺ എടുത്തില്ല, മെസ്സേജ് അയച്ചോ. ഓക്കെ, ബൈ. അപ്പം അങ്ങനെ നമ്മുടെ പയ്യൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. SD കാർഡാ അതിനെ തിട്ടിയാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോ. അല്ല, നീയാണല്ലോ എൻ്റെ ഗുരു, ഇനി എന്തിനാ എന്നെ വിളിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സങ്കടം കേട്ടോ. വിളിക്കണേ. ഓക്കെ, സങ്കടം കേട്ടോ. പിന്നെ എറിയാൻ അറിയുന്നവൻ്റെ കയ്യിലെ വടി കൊടുക്കാവൂ എന്ന് പറയുന്ന പോലെ അവന് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം. അവനത് ചെയ്തോളും. അവനത് വെച്ചിട്ടൊരു ലോകം കെട്ടിപ്പടുക്കും, നോക്കിക്കോ. അപ്പോൾ ഓക്കേ. പിന്നെ അവരുടെ ഫാമിലി എല്ലാം ഫോട്ടോഗ്രാഫിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഫാമിലിയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ബ്രദർ ഉണ്ണിക്കുട്ടൻ, അവൻ എൻ്റെ ഫ്രണ്ടാണ്, എപ്പോഴും വിളിക്കാറുണ്ട്. നല്ല കോണ്ടാക്ട് എല്ലാവരും കീപ്പ് ചെയ്യാറുണ്ട്. അപ്പം അവനാണെങ്കിലും എന്താ പറയുക, വൈഗ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിലൊക്കെയാണ് എല്ലാം. എന്താ പറയുക, വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ സൂപ്പറാണ് കേട്ടോ. അവൻ്റെ നമ്പറും കൂടെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. എനിക്ക് ഒത്തിരി വ്യൂസ് ഒന്നുമില്ല, എങ്കിലും ഉള്ളത്. ലിഫ്റ്റ് ഭയങ്കര ഡിലേ ആട്ടോ. ആ ലിഫ്റ്റ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഇതിപ്പോൾ 13 നിൽക്കുക. ഇത് 15 വരെ ഉണ്ട് കേട്ടോ. ഈ ടവർ 13 നിൽക്കുകയാണ്. വേഗം വരൂ. കുറേ പ്രാവശ്യം നിൽക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ലിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേലൊന്ന് കാണാം, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആരോ അതിനിടയ്ക്ക് ലിഫ്റ്റ് 15ലേക്ക് നിൽക്കി. ഹായ് 15ലേക്ക് നിൽക്കി. അപ്പം ഞാൻ 15-ലായി പോയിട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൽ വീഴുന്ന ആളാട്ടോ. ആരെങ്കിലും എന്തെങ്കിലും, എനിക്ക് ഭയങ്കര ധാരണയാണ് അവരൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഭയങ്കര ഒരു ധാരണയാണ്. അത് സത്യമാണ് കേട്ടോ. എനിക്കൊരു പരിധി വരെ എനിക്ക് ഒറ്റയ്ക്കാകാന്ന് പറയുന്നത് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. ശരിക്കും അതിന് തുല്യമാണ് കേട്ടോ. അതിൽ കുറേ വീണ് പോകുന്നതാണ്. പിന്നെ നമ്മൾ 100% സിൻസിയറായി ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നതിന് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് തെറ്റണമെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അതിന് കാരണക്കാരി. എല്ലാവരും എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമല്ല, അത് എൻ്റെ പ്രശ്നമാണ്. അതിപ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഴപ്പം തന്നെയാണ്. ഞാൻ എക്സിറ്റ് ചെയ്യുന്നു. അത് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാത്തതിൻ്റെ കുഴപ്പം. എല്ലാവരും അവരവർക്ക് വേണ്ടി അവരവരുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് ജീവിക്കും, പക്ഷെ ഞാൻ എന്നെ ഓർത്ത് ജീവിക്കില്ല. അതുകൊണ്ട് വരുന്ന കുഴപ്പങ്ങളാണ് കേട്ടോ. ഓക്കേ, കണ്ടോ പൂളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഞാൻ അവരെ പിടിച്ച് 15-ന് നിൽക്കുകയെ. അപ്പോൾ പിന്നെ മറ്റേ ലിഫ്റ്റ് കേടാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ 15-ലേക്ക് വന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കണ്ടോ, അതുമല്ല എൻ്റെ ഈ ക്യാമറയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നും കൂടെ എനിക്ക് അറിയണമായിരുന്നേ. അതുകൊണ്ടും കൂടെ കയറിയതാണ്. ശരിക്കും പറഞ്ഞാൽ കൊറോണ വന്ന് കുറച്ചൊക്കെ ഇവിടെ ഡ്രൈ ആയി പോയതാണ്. അല്ലെങ്കിൽ ഇവിടെ കുറേ നല്ല ഗ്രീനറി ആയിട്ട് കുറേ നല്ല പ്ലാന്റ്സും എല്ലാം ഉണ്ടായിരുന്നതാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഗാലായിട്ട് പോയ പോലെയൊക്കെ തോന്നും കേട്ടോ. ചേഞ്ചിങ് ലോക്കറൊക്കെ ഉണ്ട് അവിടെ. UCC ക്യാമറ ഉണ്ട്. എൻ്റെ ഈ കൊപ്പാളിക്കളിയൊക്കെ അവിടെ താഴെ ഓഫീസിൽ കാണുന്നുണ്ടാവും ആൾക്കാർ. ഇവിടെ തന്നെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ റീസെയില്, റെൻ്റല്, സെയിൽസ്, കുറേ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ പയ്യൻ പോയപ്പോൾ എന്തോ ഒരു സങ്കടം. എനിക്കങ്ങനെയാണ്. ആരെങ്കിലും നമ്മൾ അറിയുന്നവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു സങ്കടം കേട്ടോ മനസ്സിൽ. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ. ഞാൻ അവൻ്റെ കൂടെ ചേർന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കണം. ഓക്കേ, ഈ ലിഫ്റ്റ് കേടാ. സോറി, ആ ലിഫ്റ്റേ വർക്കിംഗ്. ഞാനത് മറന്നുപോയി. ഓക്കെ, ഇവിടെ നിന്ന് പോവാണ്. നിങ്ങൾ എന്തിനാ ഫോട്ടോഷൂട്ടാ? നല്ലതാ. അതൊരിക്കലും ഭ്രാന്തല്ല ഫോട്ടോഷൂട്ട്. അത് സെൽഫ് കോൺഫിഡൻസിൻ്റെ ഭാഗമാണ് ഫോട്ടോ, അല്ലേ? ഓക്കെ, ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞാൻ അതിന് ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തു. ഹലോ, വൈൻഡപ്പിംഗ് വീഡിയോ കേട്ടോ.
അപ്പോൾ നമ്മുടെ ജസ്റ്റിൻ എന്നാണ് കേട്ടോ പയ്യൻ്റെ പേര്. പയ്യന് ഭയങ്കര ഇപ്പം വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പയ്യൻ പോയി എത്തി, വാട്സപ്പ് അയച്ചു. ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അങ്ങനെയല്ലേ, എനിക്കങ്ങനെ ജീവിതത്തിൽ ഞാൻ ഭയങ്കരമായിട്ടും ആഗ്രഹിച്ചൊരു സംഭവം ചെറുപ്പത്തിൽ എന്താണെന്നറിയോ, നമുക്ക് അങ്ങനെ ഒരു സാധനം നമ്മുടെ കൈ കിട്ടുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും അത് ഉപയോഗിക്കുമ്പോൾ നമ്മളെ നോക്കുന്നുണ്ടെന്നൊരു ചിന്തയാണ് നമുക്ക്, അതൊരു ഡ്രസ്സാണെങ്കിലും എല്ലാം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്, ഞാൻ പറയട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലെതർ ചെരുപ്പ്. ഒരിക്കലും എനിക്ക് വീട്ടിൽ നിന്ന് അത് വാങ്ങിത്തരില്ല. നമുക്ക് ബാറ്റേൻ്റെ ചെരുപ്പാണ് എപ്പോഴും വാങ്ങിത്തരില്ല കേട്ടോ, ലെതർ ചെരുപ്പ് വാങ്ങിത്തരില്ല. അന്ന് ലെതർ ചെരുപ്പ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക, ഒരു ആഡംബരത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിരുന്നു അന്ന് ലെതർ ചെരുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം, എല്ലാ പ്രാവശ്യവും വീട്ടുകാർ കൂടെ കൊണ്ടുപോയിട്ടാണ് നമുക്ക് ചെരുപ്പ് വാങ്ങിത്തരുന്നത്. എപ്പോഴും ഒന്നിച്ച് വാങ്ങിത്തരിക ചെയ്യുക കേട്ടോ, ഒന്നിച്ച് എല്ലാവർക്കും കൂടെ വാങ്ങിക്കൊണ്ടിരും, അതെല്ലാവരും യൂസ് ചെയ്യും, പൊട്ടിക്കഴിയുമ്പോൾ. അങ്ങനെയായിരുന്നു കേട്ടോ, ബാഗാണെങ്കിലും ഒക്കെ അങ്ങനെയായിരുന്നേ. അപ്പോൾ അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ലെതർ ചെരുപ്പ് വാങ്ങാനുള്ളൊരു അവസരം ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലെതർ ചെരുപ്പ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാലിൽ കാണുമ്പോൾ എനിക്കിങ്ങനെ കൊതിയാകും. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ 10th പഠിക്കുമ്പോൾ ഒരു ഷബാന ഷഹാൻ ഉണ്ടായിരുന്നു. അന്നൊക്കെ കാലിൽ സ്വർണ്ണപ്പാദസരം ഇട്ട് പോകാമെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, അത്രയും സമ്പന്നതയുടെ ഒരു മൂർത്തിഭത് ഭാവത്തിലൊക്കെയാണ് എല്ലാവരും കാണുക. അപ്പോൾ ലെതർ ചെരുപ്പും അങ്ങനെയൊക്കെ തന്നെ, ലെതർ ചെരുപ്പ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നല്ല ഗോൾഡ് കമ്മലിട്ടാൽ അങ്ങനത്തെ ഒക്കെ അങ്ങനെ. എൻ്റെ കാതുകുത്തി ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ കാതുകുത്തി +2 കഴിഞ്ഞ ശേഷമാണ്. അപ്പം എനിക്കങ്ങനെ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ ആഗ്രഹിച്ച് കിട്ടിയ സാധനം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. ലെതർ ചെരുപ്പ് ഗസ് ചെയ്യാൻ പറ്റും, ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞില്ല, ലെതർ ചെരുപ്പ്. എന്നിട്ട് ഈ ലെതർ ചെരുപ്പ് ഒരിക്കലും അച്ഛൻ എനിക്ക് ലെതർ ചെരുപ്പ് വാങ്ങിത്തരില്ല. ഒന്ന് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടും, പിന്നെ 2 നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെയുള്ള ചെരുപ്പല്ല, ബാറ്റേൻ്റെ ചെരുപ്പാണ്. പണ്ട് ബാറ്റ ചെരുപ്പാണ് മെയിൻ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ, അത് ബാറ്റ. അതിന് ആ ഒരു കളർ, ഒരു പാറ്റേണും ഉണ്ട്, ഒരു പാറ്റേൺ ഇറങ്ങി അത് തന്നെയായിരിക്കും എല്ലാവരും. അപ്പോൾ അങ്ങനെ അച്ഛൻ വാങ്ങിത്തരുന്നു. അച്ഛൻ്റെ കൂടെ അല്ലാതെ ഒരു ദിവസം അങ്കിള് വന്നു. അങ്കിള് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അങ്കിള് വന്നിട്ട്, അങ്കിള് എനിക്ക് ആദ്യമായിട്ട് അങ്കിളിൻ്റെ കൂടെ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയി. അന്ന് കണ്ട സിനിമ എന്തായിരുന്നു, തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമ ഒത്തിരി സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ സിനിമയില്ലേ, വർണ്ണപ്പകിട്ടോ എനിക്കല്ല, ഒത്തിരി മഞ്ജുവാരിയുടെ ആ സിനിമയൊക്കെ കണ്ടു. എന്നിട്ട് എനിക്ക് ശോഭ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ചെരുപ്പ്, കണ്ണൂർ ഫുട്വെയറിന്ന് ഞാൻ മറക്കൂല, ശോഭ ടെക്സ്റ്റൈൽസ്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് എടുക്കണം. അച്ഛനാണെങ്കിൽ റെന്നി മെറ്റീരിയലൊക്കെ എടുത്ത് തയ്പ്പിച്ച് കഴുത്തൊന്നും, അച്ഛൻ അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് കേട്ടോ. അത് ഒരിക്കലും അച്ഛനെ ഞാൻ കുറ്റം പറയല്ല കേട്ടോ. പെൺകുട്ടികളാകുമ്പം പാരൻസ് അത് അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കുക. അന്നത്തെ കാലത്ത് അതിനേക്കാളും നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ലെതർ ചെരുപ്പ് വാങ്ങി. ലെതർ ചെരുപ്പ് അങ്ങനെ വാങ്ങി ഞാൻ വീട്ടിലെത്തിയതും അച്ഛനിത് മാറ്റിയേ പറ്റൂ, ഇത് ഇടണ്ടാന്ന് തന്നെ പറഞ്ഞു. അച്ഛൻ എന്തോ അത് ഇട്ട് കഴിഞ്ഞാൽ തെന്നി വീഴുന്നോ, അതിനില്ലാന്നോ, ബാറ്റയിലുള്ള വിശ്വാസമാണ് അച്ഛൻ്റെ. ബാറ്റ ചെരുപ്പ് ഇട്ടാൽ വീഴില്ല, കാരണം വീട്ടിലേക്ക് കുറച്ച് നടക്കാൻ കൂടെ ചെയ്യണം. അച്ഛൻ കൊന്ന സമയത്ത് ഇത് പോയി മാറ്റണം അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി മാറ്റാൻ വേണ്ടിയിട്ട്. എന്തോ ഭാഗ്യത്തിന് ആ ചെരുപ്പിട്ട് ഞാൻ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഇതിൻ്റെ സോളൊക്കെ ഇങ്ങനെയായിട്ടുണ്ട്, മാറ്റാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് മാത്രം എനിക്ക് ആ ചെരുപ്പിട്ട് ഞാൻ പിറ്റേന്ന് ദിവസം സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ വിചാരം എന്താ അറിയോ, എല്ലാവരും എൻ്റെ കാലിലേക്ക് നോക്കുന്നിട്ട് ഞാൻ കുറച്ച് ടപ്പ ഒച്ച ഉണ്ടാക്കി നടക്കും. പ്രിൻസിപ്പാളിൻ്റെ റൂമിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോൾ ടീച്ചേഴ്സ്, അന്ന് BEdന് ട്രെയിനിങ് ടീച്ചേഴ്സ് കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ കേട്ടോ SKM. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെ ആ ചെരുപ്പിൻ്റെ നിറം എന്ന് പറയുന്നത് കറുപ്പും ചുമപ്പുമായിട്ട് ഇങ്ങനെ മെടഞ്ഞിട്ട പോലത്തെ ഒരു ചെരുപ്പാണ്. കുറച്ച് നല്ല കവർ ചെയ്ത് കറുപ്പും ചുമപ്പുമായിട്ട് മെടഞ്ഞിട്ടൊരു ചപ്പലാണ്, അതും ഫ്ലാറ്റ് ഷീലാണ്. ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ പട്ടേ എന്ന് പറഞ്ഞ ഒച്ചക്കിട്ടേക്ക് എല്ലാവരും എൻ്റെ കാലിൽ നിൽക്കും. അപ്പോൾ അസംബ്ലി വരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. അസംബ്ലിയിൽ എൻ്റെ ചെരുപ്പ് എല്ലാവരും കാണാൻ, എല്ലാവരുടെ വിചാരം എല്ലാവരും എൻ്റെ ചെരുപ്പാണ് നോക്കുന്നതെന്നാണ്. അതാണ് കേട്ടോ ധാരണ എല്ലാവർക്കും. നമുക്ക് ഇപ്പോഴാണെങ്കിൽ തന്നെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ഡ്രസ്സ് നോക്കുന്നുണ്ടെന്നൊക്കെ ഒരു ഇതാണ്. ഓക്കെ, അത് നല്ലതാണ്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴല്ലേ നമ്മൾ നന്നായി നടക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ആ പയ്യൻ്റെ മനസ്സിലെ ക്യാമറ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇനിയും ഗീവ് ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാതെ തന്നെ കുറേ ഗീവ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും ഞാൻ ഗീവ് അവേ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ, യൂട്യൂബ് ചാനൽ തന്നെ കമൻറ്റ് ഇട്ടോളൂ. നിങ്ങൾക്കും എന്താ പറയുക, നിങ്ങൾക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ, ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, ഞാൻ പിന്നീട് പറയാം. കാരണം അതിന് ഞാനൊന്ന് സെറ്റപ്പ് ആവട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. അത് എൻ്റെ കയ്യിൽ കുറേ പൈസ ഉള്ളതുകൊണ്ടോ ഞാൻ പൈസക്കാരി ആയതുകൊണ്ടോ ഒന്നും ചെയ്യുന്നൊരു കാര്യമല്ല, എനിക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.